ജീവിതത്തിൽ നെഗറ്റീവായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളെ എങ്ങനെ പോസിറ്റീവായിട്ട് കാണാം. അപ്പോൾ പുതിയ തലമുറ ഈ ജെൻസി ഏജ് ഗ്രൂപ്പിലുള്ളവർ ഷോപ്പിംഗ് പോകുന്നേ ഇല്ല. എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ പോകുന്നേ ഇല്ല എന്നുള്ളതാണ്. എന്തുണ്ടെങ്കിലും ഓൺലൈൻ. ആരായിരുന്നു നാരായണ ഗുരു എന്ന് പഠിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മദ്യം കഴിക്കരുത്, കള്ള് ചത്തരുത് എന്ന് പറഞ്ഞു. ഈ സ്റ്റേറ്റ് തന്നെ നിലനിൽക്കുന്നത് ഇതുകൊണ്ടാണ്. ആ സ്റ്റേറ്റിലിരുന്ന് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഒരിക്കലും പ്രവർത്തിക്കാൻ ആക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞ കാലഘട്ടത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് അത് മാത്രമല്ല. ഗുരുദേവൻ ഇടപെടുന്നതിന് മുമ്പ് മാറുപോലും മറിക്കാതെ നടന്നിരുന്ന നാട്ടിലാണ് ഇന്നൊരു സ്ലീവ്ലെസ് ഇട്ട് കഴിഞ്ഞാൽ അമ്മൂമ്മമാർ അയ്യോ എന്താ നമ്മുടെ മാനം പോയി എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം വെറുതെ ഹോമിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് സമൂഹത്തിൽ നമ്മൾ ഏറ്റവും അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലരും ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നത് കേൾക്കാൻ ആളില്ല എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് 8 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഞാനത് വളരെ സ്ട്രിക്റ്റ് ആണ്. കാരണം എന്തിനാണ് അങ്ങനെ ജോലി ചെയ്യുന്നത്, എന്തിനാണ് അങ്ങനെ ബിസിനസ് ചെയ്യുന്നത്? നമുക്ക് ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ. അത് നമ്മൾ ആസ്വദിക്കണം എന്നുള്ളത്. എത്ര വലിയ കോടികളുടെ ഒരു പ്രോജക്റ്റിനെ പറ്റി ആയാലും ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് ചിലപ്പോൾ 1 മിനിറ്റ് മതിയോ, യെസ് ഓർ നോ ഡിസിഷൻ എടുക്കും. അപ്പോൾ അറിവില്ലാഞ്ഞതും എനിക്ക് പലപ്പോഴും ഗുണം ചെയ്തിട്ടുണ്ട്. അതും തലവരെയാണ്. എല്ലാം നല്ലതിലേക്ക് വേണ്ടി. നമസ്കാരം. AVIയുടെ പേരിൽ നമുക്ക് പറയാൻ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഓർക്കാൻ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. മെഡിമിക്സ് ആയാലും സഞ്ജീവനമായാലും മേളമായാലും. എപ്പോഴും സാറിൻ്റെ എല്ലാ കോൺവെർസേഷനിലും കടന്നു വരുന്ന ഒരു കാര്യം നാടക പ്രവർത്തനം. അത് പറയാൻ വലിയ ആവേശം ഞാൻ കാണാറുണ്ട്, പലപ്പോഴും വലിയ സന്തോഷം കാണാറുണ്ട്. എറണാകുളത്തടുത്ത് അനുരാഗക്കടവിൽ സാറിൻ്റെ നാടകം വളരെ വിജയകരമായി പ്രദർശിപ്പിച്ചു. അനുരാഗക്കടവിലിനെ പറ്റി, സാറിൻ്റെ നാടക പ്രവർത്തനത്തെ പറ്റി കുറച്ച് സംസാരിക്കാം എന്നൊരാഗ്രഹം. അല്ല, പഠിക്കുന്ന കാലത്തെ ഞാൻ തുടങ്ങിയതാണ്. ഞാൻ എഴുതിയ യൂട്ടേൺ എന്ന പുസ്തകത്തിൽ അതിനെപ്പറ്റിയൊക്കെ ഞാൻ പരാമർശിച്ചിട്ടുണ്ട്. അനുരാഗക്കടവിൽ ഏറ്റവും അവസാനം അവതരിപ്പിച്ചു എന്നുള്ളൂ. പക്ഷെ ഞാൻ ഈ നാടകം ആദ്യമായിട്ട് ചെയ്യുന്നത് ഒരു 15 വർഷം മുമ്പാണ്. അപ്പോൾ അതിനുശേഷം എത്രയോ നാടകങ്ങളുണ്ട്. പക്ഷേ 60 or 70 നാടകങ്ങൾ, വ്യത്യസ്ത സബ്ജക്ട്സ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാത്തിലും പ്രധാന കഥാപാത്രം ചെയ്തതാണ്. ഒരുവിധം എല്ലാ തരത്തിലുള്ള കഥാപാത്രങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചു കാലമായിട്ടാണ് ഞാൻ കേരളത്തിൽ നാടകം ചെയ്യാൻ തുടങ്ങിയത്. അതിന് മുമ്പെല്ലാം ചെന്നൈ മാത്രമായിരുന്നു. അപ്പോൾ കുറച്ച് മുമ്പ് ഇതേ നാടകം തന്നെ കോഴിക്കോട് കളിച്ചിരുന്നു. അതിന് മുമ്പ് ബാംഗ്ലൂർ ചെയ്തിരുന്നു. ഇതൊരു നല്ല സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു നാടകമായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് എല്ലാ സ്ഥലത്തും കളിക്കണമെന്ന് വിചാരിച്ചത്. കാരണം ഇതൊരു 15 വർഷം മുമ്പ് ചെയ്തപ്പോൾ അന്ന് ആളുകൾക്ക് അതിനോടൊരു വൈമുഖ്യത ഉണ്ടായിരുന്നു. കാരണം ലിവിങ് ടുഗദറിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കണ്ടന്റ് അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മാറി വരുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കറിയാമല്ലോ, അപ്പോൾ കുട്ടികളെല്ലാം വിദേശത്ത് സെറ്റിൽ ചെയ്യുമ്പോൾ അച്ഛനമ്മമാർ ഒറ്റപ്പെടുന്നു. അതിൽ തന്നെ ഒരു സിംഗിൾ മദർ അല്ലെങ്കിൽ സിംഗിൾ ഫാദർ ആകുമ്പോൾ അതിനേക്കാളേറെ ബുദ്ധിമുട്ടുന്നു. അവരവസാനം ഈ ഓൾഡ് ഏജ് ഹോമിൽ എത്തിപ്പെടുന്നൊരവസ്ഥയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയുള്ള 2 പേര് പരസ്പരം കൈകോർക്കുന്നുകൊണ്ടോ ഒന്നിക്കുന്നുകൊണ്ടോ പ്രശ്നമില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പക്ഷെ നർമ്മത്തിൻ്റെ ഒരു ചാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചേർത്തുകൊണ്ട് അവതരിപ്പിച്ചപ്പോൾ ജനങ്ങൾക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടു. സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് മെഡിമിക്സ് ഒരു ഹോം റെമഡി ആയിട്ട് തുടങ്ങിയതാണെന്ന്. അതായത് വീട്ടിലുണ്ടായ ഒരു പ്രോഡക്റ്റാണ്, അതിനെ നമ്മൾ പിന്നീട് മാർക്കറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ സാർ അതിൽ നിന്ന് ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ഒരുപാട് ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് യൂറേഷ്യൻ ട്രേഡ് കൗൺസിലിൻ്റെ ലെവലിലെത്തി. ഇത് ശരിക്കും പറഞ്ഞൊരു എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ പല ലെവലിലോട്ടാണ്. ബ്രാൻഡ്സിനുപരി പല കൗൺസിൽസ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കൗൺസിൽസിൻ്റെയൊക്കെ മേളിലെത്തുക എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ആവാനുള്ളൊരു ഇൻസ്പിറേഷൻ എവിടെ നിന്ന് കിട്ടി? അല്ല, ഇത് സംഭവിക്കുന്നതാണ്. ഒരു ദിവസം കൊണ്ടല്ലല്ലോ സംഭവിക്കുന്നത്. മെഡിമിക്സ് വീട്ടിലുണ്ടായതാണെങ്കിൽ ഞാനല്ല അതിൻ്റെ ഫൗണ്ടർ, ഡോക്ടർ VP സിദ്ധനാണ്. അദ്ദേഹത്തിന് പിന്നീട് എൻ്റെ ആവശ്യം വന്നു. അവിടെ ഫാക്ടറി സമരം വന്ന് പൂട്ടിയ ഒരു അവസരത്തിൽ എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്നെ വിളിക്കുമ്പോൾ എനിക്ക് അന്ന് 20 വയസ്സുള്ളൂ. അപ്പോൾ ആ ഒരു പ്രായത്തിലാണ്, എട്ടും പൊട്ടും തിരിയാത്ത പ്രായം എന്നൊക്കെ പറയില്ല, അതായിരുന്നു. അപ്പോൾ അന്ന് എടുത്ത പല തീരുമാനങ്ങളും പിന്നീട് സക്സസ് ആയെങ്കിലും വിവരമില്ലായ്മ കൊണ്ടാണ് അന്ന് അതെടുത്തത്. ഇന്നൊരു പക്ഷേ ഞാൻ ചിലപ്പോൾ അത്തരം തീരുമാനങ്ങൾ എടുക്കില്ല. അതും നമ്മൾ ആലോചിക്കണം. അപ്പോൾ അറിവില്ലാഞ്ഞതും എനിക്ക് പലപ്പോഴും ഗുണം ചെയ്തിട്ടുണ്ട്. അതും തലവരെയാണ്. എല്ലാം നല്ലതിലേക്ക് വേണ്ടി. അപ്പോൾ നമ്മളെല്ലാം മനസ്സിലാക്കി അറിവുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ അന്നെടുത്ത പല തീരുമാനങ്ങളും ചിലപ്പോൾ എടുത്തില്ല എന്ന് വരും. അപ്പോൾ അതും ഉണ്ട് അതിനകത്ത്. പിന്നെ നമുക്ക് പ്രായമേറും തോറും നമ്മളുടെ എക്സ്പീരിയൻസ് കൂടുന്നു, അറിവ് കൂടുന്നു.
നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കുറയുന്നു, മക്കളൊക്കെ വലുതാകുന്നു കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ആരോഗ്യവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രായത്തിലാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക. അനുഭവങ്ങളിലൂടെയാണല്ലോ നമ്മൾ പലതും പഠിക്കുന്നത്, അല്ലാണ്ട് ക്ലാസ് റൂം വിദ്യാഭ്യാസത്തിലൂടെ അല്ല നമ്മൾ പലപ്പോഴും വിജയിക്കുന്നത്, അനുഭവത്തിലൂടെയാണ്. ആ അനുഭവങ്ങൾ എന്നെ ഏറെ സഹായിച്ചിട്ടുണ്ട്. ഈ വീണ, അനൂപ് സാർ ഇപ്പം ഞാൻ ചില ദിവസം അനൂപ് സാറിനെ രാവിലെകളിലൊക്കെ വിളിക്കാറുണ്ട്. സാറിനെ വിളിക്കുമ്പോൾ നമുക്ക് വലിയ ഇൻസ്പിറേഷനാണ്. അപ്പോൾ വിളിക്കാൻ ഫോൺ എടുക്കുമ്പോൾ എനിക്ക് വലിയ ടെൻഷനാണ്. കാരണം സാറിന് ഒരുപാട് തിരക്കുകളുണ്ടാവും. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു നോയ്സൻസ് വാല്യൂ ആവരുതല്ലോ. പക്ഷേ നമുക്ക് വിളിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വീണ്ടും നമ്മൾ വിളിക്കുവാണ്. പക്ഷേ അനൂപ് സാറ് വളരെ ക്ഷമയോടെ നമ്മുടെ കാര്യങ്ങൾ കേൾക്കുകയും അതിന് മറുപടി പറയുകയും ഒക്കെ ചെയ്യുന്ന അങ്ങേ ഒരു വളരെ അല്ല, അത് ഗൗതംകുട്ടി ഓഫ്കോഴ്സ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. വേറെ പലപ്പോഴും ഇന്ന് സമൂഹത്തിൽ നമ്മൾ ഏറ്റവും അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലരും ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നത് കേൾക്കാൻ ആളില്ല എന്നുള്ളതാണ്. എനിക്ക് പറയാൻ വളരെ വിഷമമുണ്ട്. ഒരു 3 ദിവസം മുമ്പ് സ്ഥിരമായി എൻ്റെ കൂടെ നാടകത്തിൽ അഭിനയിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. അയ്യോ. അപ്പോൾ ഞാൻ പുറപ്പെട്ടതിന് ശേഷമാണ് അത് അറിയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം പിന്നീട് ഞാൻ പലരിൽ നിന്നും മനസ്സിലാക്കിയത്, പലരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പലരും അത് തിരിച്ചറിഞ്ഞിട്ടില്ല ആളുടെ പ്രശ്നങ്ങൾ. പക്ഷേ എന്നെ വിളിക്കാൻ ഒരുപക്ഷെ ഈ പറഞ്ഞ മാതിരിയാണ്, എങ്ങനെയാണ് അനൂപ് സാറിനെ വിളിക്കുക എന്നുള്ളത്. പക്ഷെ അതേസമയം എത്രയോ വർഷങ്ങളായിട്ട് എൻ്റെ എത്രയോ നാടകങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലൊക്കെ എൻ്റെ മകനായിട്ട് അഭിനയിച്ച ആളാണ്. എന്നിട്ട് പോലും ആ ഒരു ഇത് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ കൊറോണ സമയത്ത് ഞങ്ങളിപ്പോൾ ഇവിടെ നാടകം ചെയ്ത ടീം, അതേ ടീം തന്നെ, ടീം ആർട്സിൻ്റെ ആളുകളെല്ലാവരും കൂടി ശ്രവണം എന്ന പേരിൽ ഒരു ചെറിയ ഷോർട്ട് ഫിലിം ചെയ്തു. എല്ലാവരും ഓരോ വീടുകളിലിരിക്കുകയാണ്, എല്ലാവരും ഒറ്റപ്പെട്ടിരിക്കുകയാണ്, എല്ലാവരും മനസ്സിൽ വിഷമങ്ങളുണ്ട്, പലർക്കും പല പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ അത് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ തീരുമാനിച്ചത്. ശ്രവണം എന്നാണ് അതിന് പേരിട്ടത്. ആ കഥ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഒരു ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ടായപ്പോൾ പലരെയും വിളിക്കുന്നു, അർദ്ധരാത്രിയിൽ പോലും വിളിക്കുന്നു, അവരെല്ലാം വഴക്ക് പറയുകയാണ്, ഫോൺ കട്ട് ചെയ്യുകയാണ്, കേൾക്കാൻ ആളില്ല. അങ്ങനെ എൻ്റെ കഥാപാത്രത്തിനെ ക്ഷണിക്കുന്നു. അത് കഥാപാത്രം എന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ തന്നെ എന്ന് പറയാം. അത് മുഴുവൻ കേൾക്കുന്നു. ആ കേട്ടതിലൂടെ ആൾ സമാധാനമായിട്ട് ഉറങ്ങുന്ന സീനിലാണ് അത് അവസാനിക്കുന്നത്. പിന്നെ ക്യാമറ മേലോട്ട് പോകുമ്പോൾ കാണാം കെട്ടി തൂങ്ങാനുള്ള കയറ് റെഡിയാക്കി വെച്ചിട്ടായിരുന്നു എന്നെ വിളിച്ചിരുന്നത്. പക്ഷെ അപ്പോൾ ഇത് ജീവിതത്തിൽ എനിക്ക് പലപ്പോഴും അങ്ങനെയുള്ള കോളുകൾ വരുന്നുണ്ട്, എത്രയോ ആളുകൾ. അപ്പം നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റും. ഡിസിഷൻ മേക്കിംഗ് ആണ്. അപ്പം നമ്മൾ ഒരാൾ വിളിക്കുന്നത് കാര്യം എന്താണെന്ന് അപ്പം തന്നെ നമുക്ക് ജഡ്ജ് ചെയ്യാം. അപ്പം നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണെങ്കിൽ അപ്പം തന്നെ നോ പറഞ്ഞ് കട്ട് ചെയ്യാം. പിന്നെ അത് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഞാനും ഒരു മനുഷ്യനാണ്, ഞാനും ഒരു കലാകാരനാണ്, ഞാൻ വെറും ഒരു ബിസിനസ്സുകാരനല്ല. വിളിക്കുന്നതിൽ 90% ആളുകളും അവർക്ക് എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടി വിളിക്കുന്നതാണ്. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിലിംഗ് മുഴുവൻ ഞാൻ കേൾക്കണം എന്ന് പറയുമ്പോൾ ഞാൻ തയ്യാറാകാറില്ല. ഞാൻ പറയുന്നത് ഞാൻ ശമ്പളം കൊടുത്ത ആളെ നിർത്തിയിരിക്കുന്നത് അത് കേൾക്കാനാണ്, നിങ്ങളത് അവിടെ പറഞ്ഞാൽ മതി. പക്ഷേ ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള രീതിയിൽ സിനിമയെക്കുറിച്ചോ രാഷ്ട്രീയത്തെക്കുറിച്ചോ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചോ യാത്രകളെ കുറിച്ചൊക്കെ പറയാൻ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ പലരും അതിന് തയ്യാറാകാറില്ല. അവരുടെ ആഗ്രഹം പറയാൻ മാത്രം, അല്ലെങ്കിൽ അവരുടെ കാര്യം നേടാൻ മാത്രം. നമ്മൾ തമ്മിലുള്ള കോൺവെർസേഷനിൽ പലപ്പോഴും വേറെ പലതും വരാറുണ്ട്. അപ്പം അത് ഞാനും എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് മറ്റുള്ളവരും അത് മനസ്സിലാക്കണം. എന്നെ സംബന്ധിച്ചുള്ള ആരെയൊന്നുമില്ല, വലുപ്പ ചെറുപ്പമൊന്നുമില്ല. ആരോടൊപ്പം കുറച്ച് സമയം സന്തോഷം, അത് തന്നെയാണ് നമുക്കും ഈ നമ്മുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നത് അതിലാണ്. പക്ഷെ നമ്മൾ ബിസിനസ്സിന്റെ ഇടയിൽ ഒന്നും മാറി നിൽക്കാമെന്ന് പറഞ്ഞ് പുറത്തു വരുമ്പോൾ അവിടെ കാണുന്ന ഒരാളും ഒരു സ്പോൺസർഷിപ്പിനെ പറ്റിയോ അല്ലെങ്കിൽ അടുത്ത സിനിമയുടെ കഥ പറയുന്നതിനെ കുറിച്ചോ ഒക്കെയാണ് പറഞ്ഞാൽ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടോ. ആ സമയത്ത് ഒരു പക്ഷേ ഞാൻ നോ പറഞ്ഞെന്നിരിക്കും. അതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ എളുപ്പമാണ്. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു അനുഭവ സമ്പത്ത് കയ്യിലുള്ളത് കൊണ്ട് എത്ര വലിയ കോടികളുടെ ഒരു പ്രോജക്റ്റിനെ പറ്റി ആയാലും ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് ചിലപ്പോൾ 1 മിനിറ്റ് മതിയോ, യെസ് ഓർ നോ ഡിസിഷൻ എടുക്കുക. ബാക്കി അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ടീം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിക്കോളും. അവിടെ ഞാൻ ഇടപെടേണ്ട ആവശ്യമില്ല. പിന്നെ അത് സ്മൂത്ത് ആണെന്ന് ഒന്നും കൂടെ ചെക്ക് ചെയ്താൽ മതി. പക്ഷെ അതിനു വേണ്ടി ആ ഡിസിഷൻ എടുക്കാൻ വേണ്ടി തിരിച്ചും മറിച്ചും ഡിസ്കഷനുകളും വീണ്ടും അത് പലരോടും അങ്ങനെ വരുമ്പോഴാണ് പലർക്കും സമയമില്ലാതെ വരുന്നത്. എനിക്ക് ആ പ്രശ്നമില്ല, എൻ്റെ ഡിസിഷൻ പെട്ടെന്നായിരിക്കും. അല്ല സാർ, അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ. ഇപ്പം ഞാനിപ്പം പലപ്പോഴും ഒരു ഡിസിഷൻ ഞാൻ എടുക്കുന്നത് എൻ്റെ നിരീക്ഷണങ്ങളും അല്ലെങ്കിൽ എൻ്റെ ചിന്തകളും വളരെ ഇൻവോൾവാണ്. അപ്പോൾ ഇതിൽ ഈവൻ ഒരു തീരുമാനം, ബേബിസിയെ സംബന്ധിച്ചൊരു തീരുമാനം ഞാൻ എടുക്കുമ്പോഴും ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് എൻ്റെ പക്ഷത്ത് നല്ല തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഒരു പക്ഷത്തും അല്ലാതെ ഒരു തീരുമാനം എടുക്കാൻ മനസ്സിനെ എങ്ങനെ രൂപപ്പെടുത്താൻ പറ്റും? നമ്മുടെ വിഷൻ സെറ്റ് ചെയ്താൽ മതി. ഞാൻ ആരാണ്, എൻ്റെ ബിസിനസ് എന്താണ്,
എൻ്റെ ബിസിനസ്സിൽ ഞാൻ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ ചെയ്യില്ല, ലാഭത്തിന് വേണ്ടി ചെയ്യുന്നത് എന്താണ്, ജനനന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നത് എന്താണ്, ഇത്തരം കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പെടാത്ത കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ചിലപ്പോൾ കോൾ വരും, സാർ ഇപ്പോൾ തൽക്കാലം ഒരു ചെറിയ എമൗണ്ട് മറിക്കുകയാണെങ്കിൽ ഒരു 1000 കോടി വരെ കിട്ടാൻ സാധ്യതയുണ്ട്, ഞാനൊന്ന് കാണാൻ പറ്റും. ഇല്ല, കാണുന്നില്ല. എനിക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, കാരണം അത് എൻ്റെ ബിസിനസ് അല്ല. വളരെ എളുപ്പമല്ലേ. അതേസമയം ഉടനെ ആൾക്കാർക്ക് ജിജ്ഞാസ, അയ്യോ 1000 കോടി കിട്ടില്ല, എന്നാ നോക്കാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ മാറി കിട്ടും. ഒരാഴ്ചത്തെ മറ്റു കാര്യങ്ങളെല്ലാം പറ്റിക്കാവും, അവസാനം തിരിച്ചറിയില്ല. അപ്പോൾ ഇത്തരം കെണികളിലൊന്നും ഞാൻ പെടാറില്ല. എനിക്ക് വളരെ ക്ലിയർ ആണ്. അതുപോലെ ബ്രാൻഡിങ്ങിനെ കുറിച്ചായാലും ഇപ്പോൾ സാറേ എൻ്റെ ഒരു ബ്രാൻഡുണ്ട്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സാറൊന്ന് എടുക്കണം. ഞാൻ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാറില്ല. എൻ്റെ പ്രോഡക്റ്റ് മാത്രമേ ഞാൻ വിൽക്കാറുള്ളൂ. സാറേ എൻ്റെ ഒരു പുതിയ സിനിമ വരുന്നു, അതൊന്ന് സാറ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറില്ല. എൻ്റെ സിനിമ പോലും ഇത്രയേ ഉള്ളൂ, ഒറ്റ വാക്കിൽ തീർന്നു. അതാണ് എളുപ്പം. അപ്പോൾ എനിക്ക് യോജിക്കുന്നത് എന്ന് തോന്നുന്ന ഒരു കാര്യം, സാറേ എൻ്റെ ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ട്, ആ പ്രോഡക്റ്റിന് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, അത് ആയുർവേദമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ന് പറയുമ്പോൾ എനിക്കൊരു ജിജ്ഞാസ വന്നു. ചിലപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ചോദിച്ചു മനസ്സിലാക്കുക എന്താണ്, അതിൽ എന്തെങ്കിലും സാധ്യത ഉണ്ടെന്ന് കണ്ടാൽ ഒരു പക്ഷേ ഞാൻ പറയും ഞങ്ങളുടെ R&D ഹെഡിനെയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളുടെ നമ്പർ തരാം, ഒന്ന് വിളിച്ച് സംസാരിക്കും എന്ന് പറഞ്ഞാൽ അതങ്ങ് മാറ്റാവുന്നതാണ്. ഫ്രണ്ട്ഷിപ്പുമായിട്ടുള്ള സംസാരം എന്ന് പറയുന്നത് അത് വേറെയാണ്. അപ്പോൾ എല്ലാ മനുഷ്യർക്കും ഞാൻ പറയുന്നത് 8 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഞാനത് വളരെ സ്ട്രിക്റ്റ് ആണ്. അല്ല സാറ്, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള മറ്റൊരു കാര്യം, സാർ ഒന്നും മിസ് ചെയ്യാറില്ല, കല്യാണങ്ങൾ മിസ് ചെയ്യാറില്ല, സൗഹൃദങ്ങൾ മിസ് ചെയ്യാറില്ല. അല്ല, അതാ ഞാൻ പറഞ്ഞു, 8 മണിക്കൂർ ജോലി ചെയ്താൽ മതി. ഇപ്പൊ ഒരു കല്യാണത്തിന് പോകാൻ 2 മണിക്കൂർ കാറിലിരിക്കുമ്പോൾ ആ 8 മണിക്കൂറിലെ 2 മണിക്കൂർ ഇവിടെ തീർന്നു. അത് കാറിൽ തന്നെ ഇരുന്ന് നമ്മൾ ചെയ്തല്ലോ, അപ്രൂവൽസും കാര്യങ്ങളൊക്കെ. അപ്പൊ അതവിടെ സേവ് ആയല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, 24 മണിക്കൂറിൽ ഒരു 7 മണിക്കൂർ ഉറങ്ങുന്നു, ചിലപ്പോൾ പകൽ ഉറങ്ങി 8 മണിക്കൂർ, ചിലപ്പോൾ പകലുറക്കം അടക്കം 8 മണിക്കൂർ ഉറങ്ങിന്നിരിക്കും. 8 മണിക്കൂർ ജോലി, ബാക്കി 8 മണിക്കൂർ എന്താ ചെയ്തു? കുടുംബത്തോടൊപ്പം ആയാലും ഫ്രണ്ട്സിനോടൊപ്പം ഇഷ്ടംപോലെ സമയമുണ്ട്. പലരും എനിക്ക് സമയമില്ല, 24 മണിക്കൂറിൽ 22 മണിക്കൂറും ഞാൻ ജോലി ചെയ്തു എന്ന് പറയുമ്പോൾ അവർ ഒന്ന് സ്വയം പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക്. എവിടെയോ കാരണം എന്തിനാണ് അങ്ങനെ ജോലി ചെയ്യുന്നത്, എന്തിനാണ് അങ്ങനെ ബിസിനസ് ചെയ്യുന്നത്? നമുക്ക് ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ആസ്വദിക്കണം എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മളത് സ്പെൻഡ് ചെയ്യണം. അല്ലാതെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം വെറുതെ ഹോമിക്കേണ്ട ആവശ്യമില്ല. സാറിൻ്റെ ഫാമിലിക്ക് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് സാറിൻ്റെ വൈഫിനെ പറ്റി നമുക്ക് ഓരോരുത്തരെ പറ്റി സംസാരിക്കുമ്പോൾ ടോണുകൾ പോലും നമുക്ക് തിരിച്ചറിയാം. ഈ ബിസിനസ് ശൃംഖല വളരുന്നതിനൊപ്പം ഞാൻ മനസ്സിലാക്കിയത്, അങ്ങ് അല്പം പോലും ഫാമിലിയുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഫാമിലിയുടെ എന്താ പറയുക നന്മകൾ അല്പം പോലും മിസ് ചെയ്യാതെ വളർന്നു വന്ന ഒരു ബിസിനസ്സുകാരൻ എന്ന് പറയാൻ പറ്റുമല്ലേ? 100% അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഓൾമോസ്റ്റ്. ഇപ്പോൾ എൻ്റെ പുസ്തകത്തിൽ ഞാൻ അതും ചിലതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ ഒരു ഷട്ടിൽ കോക്ക് പ്ലെയറായിരുന്നു, നാടകമായിരുന്നു. ഇത് രണ്ടുമായിരുന്നു ഒരു പക്ഷെ എൻ്റെ ആദ്യത്തെ ഭാര്യ ഏതാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഈ രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും, നാടകവും. അപ്പോൾ കല്യാണം കഴിഞ്ഞ ഉടനെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നാടകം ചെയ്യുന്നു, എല്ലാ ദിവസവും ഷട്ടിൽ കളിക്കാൻ പോകുന്നു, അതോടൊപ്പം തന്നെ ഇന്റർ ക്ലബ്ബ് മാച്ചുകളിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ബാലൻസിങ് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ആ സമയത്താണ് അവരൊക്കെ നമ്മളെ കാണണമെന്ന്, നമ്മൾ കൂടെ ഉണ്ടാവണമെന്ന് കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് പലപ്പോഴും തമാശയായിട്ട് പറയാറുള്ള ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ജീവിതത്തിൽ നെഗറ്റീവായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളെ എങ്ങനെ പോസിറ്റീവായിട്ട് കാണാം, അല്ലെങ്കിൽ എങ്ങനെ പോസിറ്റീവാക്കി മാറ്റാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കാം. ഞാനൊരിക്കൽ ഈ സമയത്താണ്, അപ്പോൾ എന്നും അമ്മയും വൈഫും പറഞ്ഞുകൊണ്ടിരുന്നത് നീ കളി കുറയ്ക്കണം, രാവിലെയും ഒന്നുകിൽ രാവിലെ കളിച്ചോ അല്ലെങ്കിൽ വൈകുന്നേരം കളിച്ചത്, രാവിലെയും പോകുന്നു വൈകുന്നേരവും പോകുന്നു, അതിനിടയിൽ പിന്നെ നാടകവും. അപ്പൊ വീട്ടിലെ ആളെ കിട്ടുന്നില്ല എന്നൊരു. ഇപ്പോഴാണെങ്കിൽ എൻ്റെ വീട്ടിൽ തന്നെയാണ് റിഹേഴ്സൽ നടക്കുന്നത്, ഓഫീസും പകുതി സമയം വീട്ടിൽ തന്നെയാണ്, അപ്പൊ അതുകൊണ്ട് വീട്ടിലുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കൽ രാജസ്ഥാനിൽ പോയി. രാജസ്ഥാനിൽ ചെന്നപ്പോൾ അവിടെ ഈ റൂബി സ്റ്റോൺ ഒരു കടയിൽ നല്ല ഒറിജിനൽ സാധനം വിൽക്കുന്നത് കണ്ടു. അപ്പം എൻ്റെ ഒരു താല്പര്യത്തിന് ഞാനത് വാങ്ങിച്ചു. അപ്പം അത് ഒരു മോതിരമാക്കി വൈഫിന് ഗിഫ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ദിവസം രാവിലെ ഞാൻ കളിക്കാൻ ഇറങ്ങുന്ന സമയത്താണ് ഇത് അമ്മയുടെ പ്രസൻസിൽ വെച്ച് ഞാനത് വൈഫ് ഫ്രീ ആക്കി ഇട്ട് കൊടുക്കുന്നു. അമ്മ അപ്പം തന്നെ പറഞ്ഞു, നീ സൂക്ഷിക്കണം, ഇത്തരം സ്റ്റോണുകൾ നമ്മളങ്ങനെ സ്റ്റാറൊക്കെ നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്, എല്ലാ സ്റ്റാറിനും അത് യോജിക്കില്ല, ചിലപ്പോൾ അവൾക്ക് പ്രശ്നം വരും അല്ലെങ്കിൽ നിനക്ക് പ്രശ്നം വരും, അതുകൊണ്ട് അത് ചെയ്യരുതെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ എന്നും പറഞ്ഞ് ഞാനത് ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് ഞാൻ മാച്ച് കളിക്കാനാണ് പോയത്. ആ മാച്ചിൽ ഞാൻ വിൻ ചെയ്യുന്നു, പക്ഷേ അത് വളരെ ടഫായിരുന്നു. അതോടൊപ്പം തന്നെ ജയിച്ചു കഴിഞ്ഞതും ഞാൻ നിലത്ത് വീഴുകയാണ്. ഒന്ന് ക്രാംസ് വരുന്നു,
രണ്ട് ബാക്കിന് ഒരു പ്രോബ്ലം വരും. ഓ. എന്നെ എടുത്തുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. അതായിരുന്നു എൻ്റെ അവസാനത്തെ കളി, എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ കളിയാണ്. അപ്പോൾ പിന്നെ മാസങ്ങളോളം ബെഡ് റെസ്റ്റ് ആയിരുന്നു, ബെഡിൽ കിടക്കേണ്ടി വന്നു അനങ്ങാൻ പറ്റാതെ. അപ്പോൾ തീർച്ചയായിട്ടും അമ്മ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഞാൻ ഇപ്പോൾ കൊടുത്ത മറുപടി, നിങ്ങൾക്ക് രണ്ടുപേർക്ക് സന്തോഷമായില്ല, നിങ്ങൾ രണ്ടുപേരും അമ്പലത്തിൽ പോയാൽ പ്രാർത്ഥിക്കാറില്ലെന്ന്, ഇവന്റെ ഈ കളിയൊന്ന് കുറയ്ക്കണം, ഇവനെ വീട്ടിൽ കിട്ടണം, കുറച്ച് സമയം കിട്ടണമെന്ന് ആഗ്രഹിച്ചുള്ളൂ, ഇപ്പൊ ഫുൾ ടൈം കിട്ടിയല്ലോ. അപ്പോ ഞാൻ ആ മോതിരം ഊരിച്ചിട്ടില്ല, ഇന്നും വൈഫിന്റെ കയ്യിൽ ആ മോതിരമുണ്ട്. എൻ്റെ വളർച്ച പിന്നെ മുഴുവൻ അവിടെ നിന്നായിരുന്നു. കാരണം കളി നിർത്തിയത് കൊണ്ട് ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റി. വീട്ടിലെ അന്ന് മുതൽ വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ അവൈലബിൾ ആണ്. മക്കൾ ചെറിയ കുട്ടികളാണ്, അവരോടൊപ്പം ഞാനുണ്ട്. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം വളരെ വളരെ പോസിറ്റീവായിട്ട് എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ ഈ സംഭവത്തിനെ നമ്മൾ എന്താണ് കണക്കാക്കേണ്ടത്? ഇപ്പം അത് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ മോതിരം അന്ന് ഊരിക്കളഞ്ഞിട്ട് വേറെ രീതിയിൽ ചിന്തിച്ചിരുന്നെങ്കിൽ അതിന് പകരം വേറൊരു സ്പോർട്സിലേക്ക് ഞാൻ ഇറങ്ങുന്നു, അങ്ങനെയെല്ലാം ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ നെഗറ്റീവ് കാര്യങ്ങളെയും നമുക്ക് പോസിറ്റീവായിട്ട് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് ബിസിനസ്സിലും അതുപോലെ എത്രയോ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. ആ തിരിച്ചടികളെല്ലാം തന്നെ ഇൻക്ലൂഡിങ് ഇൻകം ടാക്സ് റെയ്ഡ്. ഇൻകം ടാക്സ് റെയ്ഡ് എല്ലാവരും ഒരു സെറ്റ് ബാക്ക് ആയിട്ട് പറയും. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞങ്ങൾക്കൊരു ചിട്ടയുണ്ടായതും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭദ്രത, അല്ലെങ്കിൽ കുടുംബത്തിൽ ഇപ്പോൾ കുടുംബത്തിൻ്റെ ബിസിനസ് ആയതുകൊണ്ട് ഇൻകം ടാക്സുകാർ എന്താണ് തെളിയിച്ചു തന്നത്? കുടുംബത്തിലെ ഒരാൾക്ക് പോലും കണക്കിൽപ്പെടാത്ത ഒരു രൂപ പോലും സമ്പാദ്യമില്ല, സ്വർണമില്ല, പ്രോപ്പർട്ടി ഇല്ല, ബാങ്ക് ഡെപ്പോസിറ്റ് ഇല്ല എന്ന് അവർ തെളിയിച്ചു തന്നു. അത് ഭാവിയിൽ കുടുംബ ഭദ്രതയ്ക്കും ബിസിനസിന്റെ വളർച്ചയ്ക്കും വലിയ കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പൊ നന്ദി ഇൻകം ടാക്സ്. എൻ്റെ അടുത്ത പുസ്തകത്തിൽ ഞാൻ എഴുതുന്ന ഒരു ചാപ്റ്ററാണത്, ഇൻകം ടാക്സുകാർക്ക് നന്ദി. ബാക്കി എല്ലാവരും നേരെ തിരിച്ചല്ലേ പറയും, അയ്യോ ആ ഇൻകം ടാക്സ് വന്നതിന് ശേഷം ആകെ പ്രശ്നമായി, എല്ലാം മനസമാധാനം പോയി, അങ്ങനെയല്ലേ പറയുള്ളൂ. പക്ഷെ ഞാൻ തിരിച്ചാ പറയും, അവർ ചെയ്തു തന്നൊരു വലിയ സഹായമല്ലേ. സാർ, ഈ ഫാമിലി ട്രീ മെയിൻറ്റെയിൻ ചെയ്യാൻ അത്യാവശ്യം നന്നായി സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ല, അത് അങ്ങനെയല്ല. ഇപ്പം ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇടുമ്പോൾ ഭാര്യയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ എടുക്കും. പക്ഷെ ഞാൻ അവിടെ ഒരു ബിസിനസ് ഡീലിൽ പോയതായിരിക്കും, കൂടെ ഭാര്യ വന്നതായിരിക്കും. അടിയിൽ കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം പോലെ സമയമില്ലേ, ആ സമയത്ത് നമുക്ക് കറങ്ങാം. ഫേസ്ബുക്കിൽ ബിസിനസ് ഞാൻ ഒരിക്കലും ഇടാറില്ല, എപ്പോഴും കുടുംബത്തിന്റെ ചിത്രം. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു ധാരണയുണ്ട് നമ്മൾ ഏത് സമയവും. ഞാൻ മനസ്സിലാക്കിയ ഒരു സാധനം, ഇപ്പം എന്തായാലും സാറിൻ്റെ ഒരു എഫേർട്ട് ഉണ്ട്, ബിസിനസ് ഉണ്ട്, സാറിൻ്റെ മറ്റു കാര്യങ്ങളുണ്ട്, അഭിനയമുണ്ട്. എനിക്ക് തോന്നുന്നു സാറിൻ്റെ ഒരു ഇപ്പോൾ ഈ ഷട്ടിലിൻ്റെ കഥ എനിക്കറിയില്ലായിരുന്നു. ബാക്കി സാറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സാറിന് അഭിനയിക്കാൻ താല്പര്യമുണ്ട്, സാർ അത് മാറ്റി വെച്ചിട്ടില്ല. സാറ് നാടകം ചെയ്യണം, സാർ മാറ്റി വെച്ചിട്ടില്ല. സാറിന് സിനിമ, അത് കുടുംബത്തിനും അതിൽ താല്പര്യമുള്ളതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. തീർച്ചയായിട്ടും. അത് സപ്പോസ് ഭാര്യ പറയാണ് നാളെ മുതൽ അഭിനയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, അല്ല, പുള്ളിക്കാരിയുടെ ഒരു പ്രകൃതമൊക്കെ വെച്ചിട്ട് പുള്ളിക്കാരി ഒരിക്കലും അങ്ങനെ പറയത്തില്ല എന്ന് എനിക്ക് അല്ല, അങ്ങനെ ആയിരുന്നെങ്കിലുള്ള കാര്യം ഞാൻ പറയുന്നു. അല്ല, ഞാൻ എല്ലാവർക്കും ആ ഒരു ഭാഗ്യം കിട്ടില്ലല്ലോ. അല്ല, അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ എഫേർട്ട് സാറാണോ എടുക്കുന്നത്, വൈഫാണോ എടുക്കുന്നത്? അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കോംപ്രമൈസ് ചെയ്യുന്നത് സാറാണോ, വൈഫാണോ? വൈഫ് തന്നെ ആയിരിക്കും കോംപ്രമൈസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും. കാരണം റിഹേഴ്സൽ ഇപ്പോൾ പലപ്പോഴും റിഹേഴ്സൽ സമയത്ത് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കത് പറ്റില്ലല്ലോ. പക്ഷേ റിഹേഴ്സൽ വന്ന് കാണാനും അതിൽ അഭിപ്രായം പറയാനും, അല്ലെങ്കിൽ നമ്മളൊരു പുതിയ സ്റ്റോറി, അത് സിനിമയ്ക്കായാലും നാടകത്തിനായാലും അതിന് തീരുമാനം എടുക്കുമ്പോൾ അവരാണ് സഹായിക്കുക. പിന്നെ ഇപ്പോൾ ഞാൻ അടുത്ത കാലത്ത് അച്ഛനും ഒരു വാഴ വെച്ചു വന്ന സിനിമയിൽ നായക കഥാപാത്രം ചെയ്തു. അപ്പോൾ അത് സുഹൃത്തുക്കളുടെ ഇടയിൽ പലരും വൈഫിനോടൊക്കെ കളിയാക്കി ചോദിക്കും, ഇത് എങ്ങനെ നീ അവനെ സമ്മതിപ്പിച്ചു, ഇങ്ങനെ ഒരു കാമുകിയുടെ കൂടെയൊക്കെ നടക്കുന്ന സീനൊക്കെ ഇല്ലേ അതൊക്കെ. അപ്പൊ അതിനുള്ള എൻ്റെ ഉത്തരം എന്താ പറയുക, ആ കാമുകിയെ തെരഞ്ഞെടുത്തതും എൻ്റെ വൈഫാണ്. ഞാൻ വൈഫിനോടാ പറഞ്ഞത്, പറ്റിയൊരാളെ നീ എന്നെ പറ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്വാതന്ത്ര്യം ഉള്ളത് നമുക്ക് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണല്ലോ. എല്ലാ വീട്ടിലും അത് സാധിച്ചെന്ന് വരില്ല. അതുപോലെ തന്നെ എൻ്റെ മക്കളാണെങ്കിലും പെൺകുട്ടികളാണ്, രണ്ടുപേരും എൻ്റെ കൂടെ നാടകം അഭിനയിക്കുന്നുണ്ട്. അവർക്കും കൂടെ അഭിനയിക്കാൻ വേറെ ആളുകളുണ്ടാവില്ല. അപ്പോൾ പക്ഷെ നാടകങ്ങളിലെല്ലാം അത് ഞങ്ങൾ സംതൃപ്തി കാണും. വൈഫും ചെറിയ വേഷത്തിലെങ്കിലും മിക്കവാറും എല്ലാത്തിലും എൻ്റെ കൂടെ അഭിനയിക്കാറുണ്ട്. അതൊരു കുടുംബപരമായിട്ട്, ഒരു ബിസിനസ്സുകാരുടെ കുടുംബത്തിൽ വളരെ റയറാണ്. പിന്നെ മെഡിമിക്സിൻ്റെ ഫൗണ്ടർ ആണെങ്കിലും നാടക നടനായിരുന്നു, ഓൾ ഇന്ത്യ റേഡിയോയിലും ദൂരദർശനിലും എ ഗ്രേഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. സിനിമയിലും എത്രയോ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈവൻ ഹരിഹരൻ സാറിൻ്റെ ആദ്യത്തെ സിനിമയിൽ തന്നെ നല്ല വേഷമാണ് അദ്ദേഹം ചെയ്തത്. ലേഡീസ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞ് ഹരിഹരൻ സാറിൻ്റെ ആദ്യത്തെ, അതൊരു തമാശ ചിത്രമായിരുന്നു. പ്രാം നസീറാണ് അതിൽ നായകൻ. പ്രാം നസീറിൻ്റെ അച്ഛനായിട്ടാണ് ഡോക്ടർ സുധ അഭിനയിച്ചത്.
സാറിൻ്റെ ഫേവറേറ്റ് നാടകം അല്ലെങ്കിൽ ഫേവറേറ്റ് നാടക ആചാര്യൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സാർ? അല്ല, ഞാനതാ പറഞ്ഞ സിനിമയിലും നാടകത്തിലും ഒന്നും അങ്ങനെ ഞാൻ അങ്ങനെ ഒരു അതിലേക്ക് ഇപ്പം നാടകം പഠിച്ച് ഞാൻ ചെയ്യുന്ന നാടകങ്ങളിലൂടെ നാടകം പഠിക്കാനോ ഒരു നാടക കളരിന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഒരു സന്തോഷത്തിനും പ്രേക്ഷകർ ചിരിക്കാനും തമാശ അവർക്ക് സന്തോഷിച്ച് പോകാനും വേണ്ടി മാത്രമാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ആളുകൾ ഉണ്ടെന്നല്ലാതെ, പക്ഷെ ആ പേരുകളൊന്നും തന്നെ ഒരു പക്ഷേ നാടകരംഗത്തെ വലിയ പേരുകളൊന്നും ആകണമെന്നില്ല. അപ്പോൾ ഞാൻ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് റേഡിയോ നാടകങ്ങൾ കേട്ടാണ് ഇതിലേക്ക് കൂടുതൽ താല്പര്യം വരുന്നത്. ഇപ്പം ജഗതി NK ആചാര്യ പോലുള്ളവരുടെയോ TN ഗോപിനാഥ് നായരുടെയൊക്കെ നാടകങ്ങൾ. അപ്പോൾ അന്ന് ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ 6 or 7 കഥാപാത്രങ്ങളുണ്ടാവും. അച്ഛൻ, അമ്മ, അമ്മൂമ്മ, അപ്പൂപ്പൻ, ചെറിയ കുട്ടി. ഈ എല്ലാ ശബ്ദവും ഞാൻ തന്നെ കൊടുക്കും. എന്നിട്ട് റെക്കോർഡ് ചെയ്യും. എന്നിട്ട് അത് കേട്ട് രസിക്കലായിരുന്നു അന്നത്തെ ടൈപ്പ് റെക്കോർഡിൽ. ആ ടൈപ്പ് റെക്കോർഡിന്റെ രൂപം പോലും ഇപ്പോഴും മനസ്സിലുണ്ട്. അത് കേട്ട് ഇങ്ങനെ രസിക്കുക. അത് ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടായ ഒരു അനുഭവം, അതും വലിയ തമാശയാണ്. അപ്പോൾ ഞാൻ ഈ ശബ്ദം മാറി വരുന്ന സമയമാണ് 17 വയസ്സൊക്കെയുള്ള സമയത്ത് നാടകം ചെയ്യുമ്പോൾ ശബ്ദത്തിനൊരു പ്രശ്നം ഉണ്ടാവും. പക്ഷെ അന്നത്തെ ഓൾ ഇന്ത്യ റേഡിയോയുടെ ഡയറക്ടറായിരുന്ന കോന്നിയൂർ നരേന്ദ്രനാഥാണ് ഞാൻ ചെയ്തൊരു പ്രധാന നാടകം കണ്ടിട്ട് സ്റ്റേജിൽ വന്ന് എനിക്കൊരു മെഡലൊക്കെ തന്ന് ആദരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്നിലൊരു നടനുണ്ട്, നീ നാടകം തുടരണം, സാധിച്ചാൽ നീ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഒരു ഓഡിഷന് പോകും, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. വലിയ സംഭവമാണ്. അതേ ഉള്ളൂ തിരുവനന്തപുരത്ത്. പുസ്തകത്തിലുള്ള കാര്യമാണ്, എന്തായാലും ഒന്നുകൂടെ പറയാം. അപ്പോൾ അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു, അവിടെ ചെന്നു. അപ്പോൾ ഈ ഒരു ഇരുട്ട് മുറികളും ആ റെക്കോർഡിങ് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അവർ വന്ന് ഒരു സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിൽ തന്നു. എന്നിട്ട് ഈ മുറിയിൽ നീ ഇരുന്ന് പുറത്തുനിന്ന് ഞങ്ങൾ ഇൻസ്ട്രക്ഷൻ പറയും, അപ്പുറത്തെ മുറിയിൽ ഒരു സ്ത്രീ ഉണ്ടാവും, ആ സ്ത്രീ നീയും കൂടിയാണ് അഭിനയിക്കുന്നത്, ശബ്ദം മാത്രമേ നീ കേട്ടാൽ മതി എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. സ്ക്രിപ്റ്റ് തുറന്നു നോക്കിയപ്പോൾ ആദ്യ രാത്രി 17 വയസ്സുള്ള ഒരു കുട്ടിക്ക് കൊടുത്ത സ്ക്രിപ്റ്റാണ് ആദ്യ രാത്രി. അപ്പം മറ്റേ നടി ഏതോ വളരെ പ്രശസ്തയായ പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ്. അവരുടെ കഴിവ് അവരവിടെ കാണിക്കാൻ തുടങ്ങി. എന്തോ സീൽക്കാര ശബ്ദങ്ങൾ കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഇവിടെ എനിക്ക് ശബ്ദം വരുന്നില്ല, ദേഹം അനങ്ങാൻ പറ്റുന്നില്ല, വേർക്കാൻ തുടങ്ങി. അവിടുന്ന് മോനെ നീ പറയും, ഡയലോഗ് പറയും. എവിടെ വരുന്നു? അപ്പൊ അടുത്ത ശബ്ദം വരികയാണ്, ഇത് ആ സ്ത്രീ പുറത്തിരിക്കുന്നോണ്ടായിരിക്കും അവന് വിഷമം, അവളെ അകത്തേക്ക് വിടുന്നത്. അത് വന്നതോടുകൂടെ ഞാൻ ഇറങ്ങി ഓടി. ഓഡിഷൻ അതോടെ പരാജയപ്പെട്ടു. അപ്പോ അതാണ് ഇപ്പൊ യേശുദാസുവിനെയും ഓൾ ഇന്ത്യ റേഡിയോ റിജക്ട് ചെയ്തല്ല, അതുപോലത്തെ ഒരു അനുഭവമായിരുന്നു. അപ്പൊ അതിന് പിന്നീടുണ്ടായൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പുസ്തകം ഇറങ്ങിയിട്ട് എനിക്ക് ആദ്യം വരുന്ന ചില കോളുകളിൽ ഒന്ന് ഓൾ ഇന്ത്യ റേഡിയോ തിരുവനന്തപുരം സ്റ്റേഷനിൽ നിന്നായിരുന്നു. സാറിൻ്റെ ഈ സംഭവം ഞങ്ങൾ വായിച്ചു, ഇതൊന്ന് ഈ ഒരു പ്രോഗ്രാമിൽ വന്ന് സംസാരിക്കാമോ? അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ എന്നുള്ള പരിപാടിയിൽ 1 മണിക്കൂർ ഇരുന്നുകൊണ്ട് ഈ കഥയെല്ലാം ഞാൻ പറഞ്ഞു. അതൊരു വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ചെറിയ അമ്പലപ്പറമ്പില് പൂരപ്പറമ്പിലൊക്കെ നാടകം കാണാൻ പോകുന്ന ആ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടോ? ഇല്ല, അല്ല ഞാൻ പോയിട്ടുണ്ട്, അത് ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ നാടകം ചെയ്തിട്ടൊക്കെ ഞാൻ വളരെ സെലക്റ്റീവായിരുന്നു. ക്ഷണിക്കപ്പെട്ട പ്രോഗ്രാമായിട്ട് തന്നെയാണ്. ചിലപ്പോൾ നാടകത്തെക്കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ സാറിൻ്റെ യാത്ര ഉറപ്പായിട്ടും ഇപ്പോൾ ഒത്തിരി യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ സാറിൻ്റെ ഫേവറേറ്റ് മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്ന യാത്രാനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും? അല്ല, ഞാൻ ഈ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷെ അതുകൊണ്ട് ആ യാത്രയിൽ പോയി അവരുടെ ചരിത്രം മുഴുവൻ പഠിക്കാനോ അവിടുത്തെ ആളുകളുടെ ജീവിത രീതികളോ അങ്ങനെയൊന്നും അങ്ങനെ താല്പര്യമില്ല. ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ യാത്രകൾ വ്യത്യാസമാണ്. അത് വളരെ പഠനത്തിനും കൂടെ അടിസ്ഥാനപ്പെടുത്തിയാണ് അദ്ദേഹം പോകുന്നത്. എൻ്റെ യാത്രകളൊന്നും അങ്ങനെയല്ല. അഗെയിൻ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ പുസ്തകം വായിച്ചാൽ അറിയാം, യൂട്ടേണിൽ എൻ്റെ യാത്രകളിൽ കണ്ട കാര്യങ്ങൾ അത് AV അനൂപ് എന്ന വ്യക്തി അല്ലെങ്കിൽ AV അനൂപ് എന്ന കലാകാരൻ, AV അനൂപ് എന്ന ബിസിനസ്സുകാരൻ കാണുന്ന കാഴ്ചകളാണ്. എൻ്റെ കണ്ണുകൾക്കോ എൻ്റെ മനസ്സിനോ തോന്നുന്ന ചില കാഴ്ചകളാണ്. അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഓരോ രാജ്യങ്ങളുള്ളത്. അല്ലാതെ അവിടുത്തെ വലിയ കെട്ടിടങ്ങളോ അവിടുത്തെ എല്ലാവരും കാണുന്ന കാര്യങ്ങളുണ്ടല്ലോ, വലിയ യൂണിവേഴ്സിറ്റികളോ ഗ്രൗണ്ടുകളോ, അതിനേക്കാളേറെ ഞാൻ ചിന്തിക്കുന്നത് കുറച്ച് വ്യത്യാസമായിട്ടായിരിക്കും. അത് ഉദാഹരണത്തിന് ഇപ്പോൾ കഴിഞ്ഞ ഫുട്ബോൾ വേൾഡ് കപ്പ് ദോഹയിൽ നടന്നപ്പോൾ ഞാൻ കളി കാണാൻ പോയിരുന്നു. 3 മാച്ച് ഞാൻ കണ്ടു. അപ്പോൾ ഫുട്ബോൾ കാണാനാണ് എല്ലാവരും പോകുന്നത്. ടിക്കറ്റ് കിട്ടാനൊക്കെ വളരെ പാടാണ്. ലക്ഷങ്ങളാണ് ടിക്കറ്റിൻ്റെ വില. ഇതൊക്കെ കൊടുത്ത് പോവുകയാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ പുസ്തകത്തിൽ എഴുതുന്ന ഒരു മാനസികാവസ്ഥയിൽ വന്നപ്പോഴേക്കും ഫുട്ബോളേ ഇല്ല.
ഞാൻ മെസ്സി കളിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നും എൻ്റെ മനസ്സിലില്ല. എൻ്റെ മനസ്സിൽ വന്നത് 10 വർഷം മുമ്പ് ഞാൻ പോയപ്പോൾ കണ്ട ദോഹയും ഇപ്പോൾ കണ്ട ദോഹയും തമ്മിലുള്ള വ്യത്യാസമാണ്. അതൊരു ബിസിനസ്സുകാരൻ്റെ കാഴ്ചപ്പാടാണ്. 10 കൊല്ലം മുമ്പ് ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് അവർ വേൾഡ് കപ്പ് അവിടെ നടക്കാൻ പോകുന്നു എന്നുള്ള അനൗൺസ്മെന്റ് വരും. അപ്പോൾ ഉള്ളിൽ എനിക്ക് അത്ഭുതമായിരുന്നു, ഇത്രയും ചെറിയൊരു രാജ്യത്തിന് അത് എങ്ങനെ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അടുത്ത വേൾഡ് കപ്പ് എവിടെ നടക്കുന്നതെന്ന് അറിയൂ? ഇപ്പോൾ വരാൻ പോകുന്നത് അടുത്ത വർഷം, ഈ വർഷം തന്നെയാണ്. എവിടെയാണെന്നറിയൂ? അമേരിക്ക, മെക്സിക്കോ, കാനഡ, ഈ 3 രാജ്യങ്ങളും കൂടെ പങ്കിട്ടിട്ടാണ് നടത്തുന്നത്. അത്രയ്ക്ക് ശേഷിയുള്ളൂ. അത്രയും ബൃഹത്തായ ഒരു പരിപാടിയാണ്. ഒരു രാജ്യം ഇത്രയും വലിയ അമേരിക്ക പോലെ രാജ്യത്തിന് പോലും ഒറ്റയ്ക്ക് നടത്താൻ പറ്റുന്നില്ല. ആ സമയത്താണ് ഇത്രയും ചെറിയൊരു രാജ്യമായ ദോഹ പറയുന്നത് ഞങ്ങൾ ഒറ്റയ്ക്ക് നടത്തും. അവിടെ പ്രോപ്പറായിട്ടുള്ള ഫുട്ബോൾ ഗ്രൗണ്ടുകളില്ല, താമസിക്കാൻ സൗകര്യമില്ല, നല്ല റോഡുകളൊക്കെ വരുന്നേ ഉള്ളൂ. പക്ഷെ 10 കൊല്ലം കഴിഞ്ഞ് ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് വേറൊരു വിസ്മയ ലോകമായിരുന്നു. അപ്പോൾ എയർപോർട്ടിലാണെങ്കിലും എൻ്റെ മനസ്സിലുണ്ട്, എല്ലാവരും പറയും ഒരു ദിവസം 1500ഓളം ഫ്ലൈറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലെന്താണ്, നമ്മൾ 2-3 മണിക്കൂർ ക്യൂ നിൽക്കണം. അത് പക്ഷെ 10 മിനിറ്റിനകത്ത് പെട്ടിയും എടുത്ത് ഞാൻ പുറത്തിറങ്ങി. അത്രയും ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്യും. പുറത്ത് വെച്ച് നോക്കുമ്പോൾ ഫുട്ബോളിൻ്റെ ടിക്കറ്റ് ഉണ്ടെങ്കിൽ അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിലെല്ലാം നമുക്ക് യാത്ര ചെയ്യാം. ട്രെയിനായാലും ബസ്സായാലും ബോട്ടായാലും എല്ലാത്തിലും സൗജന്യ യാത്ര ചെയ്യാം. എവിടേക്ക് വേണമെങ്കിൽ പോവാം. ഇതൊക്കെയാണ് ആ രാജ്യം ഉണ്ടാക്കി കൊടുത്തത്. പിന്നെ കാണുന്നത് ടെമ്പററി ആയിട്ടുണ്ടായ ഗ്രൗണ്ടുകൾ, 60,000 70,000 മുതൽ 1,00,000 പേര് വരെ ഇരിക്കാവുന്ന ഗ്രൗണ്ടുകൾ ടെമ്പററി ആയിട്ട് ഉണ്ടാക്കിയിരിക്കും. ഗ്രൗണ്ടിൽ ചെല്ലുമ്പോഴും ഞാൻ വിചാരിക്കുന്ന വലിയ ക്യൂ ആയിരിക്കും. ഇതാ ആരുമില്ല. വെളിയിൽ നമുക്കിങ്ങനെ തോന്നും എം ടി ആണ്. അകത്ത് ചെന്ന് നോക്കുമ്പോൾ ഫുള്ളാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു കൂൾ ഡ്രിങ്ക്സ് കഴിക്കാനോ ടോയ്ലറ്റിൽ പോകാനോ വേണ്ടി ചെന്നാൽ അവിടെയും ക്യൂ ഒന്നുമില്ല. അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട്, അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഞെട്ടിക്കുന്ന അനുഭവമാണ്. അപ്പം എൻ്റെ മനസ്സിൽ മുഴുവൻ അതാണ് നിൽക്കുന്നത്. കണ്ട കളിയൊക്കെ മറന്നുപോയി. കളി വീണ്ടും നാളെ ടി വി കാണാം, അല്ലെങ്കിൽ അടുത്ത മാച്ച് കാണും, അല്ല അത്രയേ ഉള്ളൂ. അതിനകത്ത് വേറെ അത്ഭുതങ്ങളൊന്നും അവിടെ എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇതെൻ്റെ മനസ്സിൽ നിന്ന് മാറുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ എഴുതുന്നത്. അതുപോലെ തന്നെ പനാമ കനാല് 8ാം ക്ലാസ്സിലേറ്റ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ളതാണ്. പനാമ കനാലിൽ കാണാൻ പോയി. ഞാനും വൈഫ് അവിടെ മെക്സിക്കോ ചെന്നപ്പോൾ അതിൻ്റെ അടുത്താണെന്ന് അറിഞ്ഞുകൊണ്ട് പോയിട്ടുള്ളതാണ്. അത് തന്നെ അത്ഭുതപ്പെടുത്തിയതാണ് എൻ്റെ മനസ്സിൽ, എൻ്റെ കാഴ്ചപ്പാടിൽ. സാധാരണ ഉള്ളൊരു സംഭവമല്ല. അപ്പോൾ അത് എന്താണ്, ഏതാണ്, എൻ്റെ ബിസിനസ്സുമായിട്ട് അതെങ്ങനെ താരതമ്യപ്പെടുത്താം എന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ് എനിക്ക് വന്നത്. ഞാനത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ബാക്കി പനാമ നാട്ടിൽ എന്തൊക്കെ വേറെ കാണാം അതൊന്നും എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. അങ്ങനെ ഓരോ യാത്രയിലും അങ്ങനെയാണ് എൻ്റെ മനസ്സ്. അതിനുള്ള യാത്ര. സാർ ഈ കാര്യം പറയുമ്പോൾ ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള കാഴ്ചപ്പാടിലാണ് സാർ അത് കണ്ടത് എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നത് അവിടെ ഒരു സോഷ്യൽ റിഫോമറുടെ ഒരു വീക്ഷണം കൂടി അവിടെ ഉണ്ട്. ആകാം. ഇപ്പോൾ ഞാൻ എത്രയോ ആത്മകഥകൾ വായിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോൾ എല്ലാവരും ആത്മകഥ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യക്കാർ പറയുമ്പോൾ ഗാന്ധിജിയുടെയോ അബ്ദുൽ കലാമിൻ്റെയോ അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പറയുക. പക്ഷെ എന്നെ ഞെട്ടിപ്പിച്ചത് ദുബായ് രാജാവിൻ്റെ പുസ്തകമാണ്. അപ്പോൾ 40-45 വർഷങ്ങൾക്ക് മുമ്പ് ഒന്നുമല്ലാതിരുന്ന ഒരു രാജ്യം, മണലാരണ്യം. അവരത് അയാളുടെ അച്ഛനൊക്കെ ആയിട്ട് തുടങ്ങിയതാണ്. പക്ഷെ ഇദ്ദേഹം വന്നത് കുട്ടിക്കാലം മുതലേ ആ വിഷൻ സെറ്റ് ചെയ്ത്. ഉദാഹരണത്തിന് അദ്ദേഹം ഈ ഇത്രയും ചൂടുള്ള ദുബായിലെ കടപ്പുറം, അന്ന് ഒന്നുമില്ല, ഒരു മരങ്ങളോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങോ ഇല്ലാതിരുന്ന ഒരു കാലത്ത് അദ്ദേഹം പറയുകയാണ്. ഇപ്പോൾ നേരത്തെ എന്നോട് ചോദിച്ചില്ലേ സ്വപ്നങ്ങളെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ തൃപ്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ മനസ്സിലെ ആഗ്രഹം, എനിക്ക് തൃപ്തി വരുന്നത്, എൻ്റെ മനസ്സിൽ ഞാൻ കാണുന്നത് യൂറോപ്യൻസ് ഈ കടപ്പുറത്ത് വന്ന് കുളിച്ച് ഉണങ്ങാൻ കിടക്കുന്ന കാഴ്ചകളാണ് എൻ്റെ മനസ്സിൽ നിന്നാണ് ആ കാലത്ത് പറയുന്നത്. അപ്പോൾ ഇവന് വട്ടാണെന്ന് ആണ് ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും. ഇന്ന് അതേ കാണാനുണ്ടോ അത്. അപ്പോൾ എന്തായിരിക്കും ആ വിഷൻ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ പോർട്ട് അവിടെ പ്ലാൻ ചെയ്യുന്നു. ഒരു ഷിപ്പ് പോലും വരാത്ത നാട്ടിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ പോർട്ട്. ഇന്ന് ഒരു പോർട്ട് മതിയാവുന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് പ്ലാൻ ചെയ്യുന്നു. ആ എയർപോർട്ട് മതിയാവുന്നില്ല, വേറെ പോർട്ടുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ മാളുകൾ പ്ലാൻ ചെയ്യുന്നു. ആ മാളുകൾ എല്ലാം ഇന്ന് നിറഞ്ഞൊഴുകുന്നു. അപ്പോൾ ഇതാണ് വിഷൻ, ഇതാണ് സെറ്റ് ചെയ്യണം. അപ്പോൾ അത് അവർ ബിസിനസ്സുകാരനാണോ, സോഷ്യൽ റിഫോമറാണോ, എന്താണ്, പൊളിറ്റീഷ്യനാണോ, നമുക്ക് പറയാൻ പറ്റില്ല. അതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എന്നെ അട്രാക്ട് ചെയ്യുന്നത്. എത്രയോ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവും, പക്ഷേ എൻ്റെ മനസ്സിൽ അത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഇതാണ്.
സർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ബാത്റൂമിലായാലും ശരി, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കൈ കഴുകുന്ന സ്ഥലത്തായാലും ശരി, ഒരു ഹോട്ടലിൽ പോയാലും ശരി, അത് ഏത് സ്റ്റാർ ആയിക്കോട്ടെ, ഹോട്ടലിൽ പോയാലും ശരി, ഏത് റൂമിലും സ്വീകാര്യതയുള്ളൊരു സോപ്പ്, അതാണ് മെഡിമിക്സ്. അപ്പം നമുക്ക് തൃപ്തി വരും. സാർ തൃപ്തി എന്ന വേർഡ് GK യൂസ് ചെയ്യുന്ന പോലെ എൻ്റെ മനസ്സിലത് കൊളുത്തിയത് അവിടെയാണ്. തൃപ്തി വരുന്ന സോപ്പാണ്, അത് കുളിച്ച ഒരു തൃപ്തിയാണ്. അപ്പോൾ ഈവൻ തലയിൽ പോലെ നിങ്ങൾക്ക് തേക്കാൻ താല്പര്യമുള്ള ഒരു സോപ്പ്. അപ്പോൾ അങ്ങനെ മെഡിമിക്സ് എന്നൊരു കമ്പനിയുടെ ഒരു അധികാരിയായിട്ടിരിക്കുന്ന സാറിനെ സ്വാധീനിച്ച വേറെ ബ്രാൻഡിൽ വല്ല സോപ്പ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഇല്ല. ഇന്റർനാഷണലി നോക്കുവാണെങ്കിൽ അല്ല, എനിക്ക് സോപ്പുകൾ പലതും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചിലത് സ്മെല്ല് കൊണ്ടായിരിക്കാം, ചിലത് അതിൻ്റെ സ്മൂത്ത്നെസ് ആയിരിക്കാം, നമ്മളെക്കാട്ടും ബെറ്റർ സ്മൂത്ത് ആയിട്ടുള്ളത്. ചിലത് കളറ്, വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കളറ്, അതെല്ലാം എന്നെ അട്രാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഇപ്പം മെഡിമിക്സിന് തന്നെ എത്രയോ പ്രോഡക്റ്റ്സ് ഉണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ ആദ്യം മുതൽ ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒറിജിനൽ മെഡിമിക്സാണ്. ഞാൻ എല്ലാം മാറി ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് ഉടൻ തന്നെ തിരിച്ചു പോയില്ലെങ്കിൽ ഈ തൃപ്തി നഷ്ടപ്പെടും. അപ്പോൾ ഈ ചേഞ്ച് ആഗ്രഹിക്കുന്നവർക്കാണ് നമ്മൾ പുതിയ പ്രോഡക്റ്റ്സ് കൊടുക്കുന്നത്. അതും നന്നായിട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്കൊക്കെ നമ്മളത് കൊടുത്തേ പറ്റൂ. പ്രത്യേകിച്ച് ഇനി മുതൽ ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ്. ഓൺലൈനിലിപ്പോൾ ജനറൽ ട്രേഡിൽ നിന്നുള്ള ഒരു ഷിഫ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ പുതിയ തലമുറ, ഈ ജെൻസി ഏജ് ഗ്രൂപ്പിലുള്ളവർ ഷോപ്പിംഗ് പോകുന്നേ ഇല്ല. എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ പോകുന്നേ ഇല്ല എന്നുള്ളതാണ്. എന്തുണ്ടെങ്കിലും ഓൺലൈനാണ്. അപ്പോൾ അതൊരു വലിയ ചലഞ്ചാണ്. അപ്പോൾ അവർ ഓൺലൈനിൽ ചെക്ക് ചെയ്യുമ്പോൾ അവരുടെ ശ്രദ്ധ ആകർഷിക്കാനും അവർക്ക് തൃപ്തി കൊടുക്കുന്ന രീതിയിലുള്ള പാക്കേജിങ് ആയാലും അതിൻ്റെ പ്രസൻറ്റേഷൻ ആയാലും ഒക്കെ, ഈവൻ നമ്മുടെ ക്ലെയിംസ് പോലും അവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റേണ്ടി വരും. അതാണ് അതിൻ്റെ ഒരു ചലഞ്ച്. അപ്പോൾ വ്യക്തിപരമായിട്ട് എൻ്റെ ആഗ്രഹങ്ങളല്ല ഇനി മുതൽ ഒരു ഉൽപ്പന്നമായിട്ട് മാറേണ്ടത്. ഇപ്പം ഞാൻ സിനിമയ്ക്ക് കഥ പറഞ്ഞ ആരെങ്കിലും സാറിന് ഇഷ്ടപ്പെട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും കഷ്ടകാലത്തിന് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയും. അത് ആ പടം വിജയിക്കില്ല, അത് ഉറപ്പാണ്. നമ്മൾ ശരി എന്ന് പറയുന്നത് അല്ല എന്ന് വേണ്ടത്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. കൊറേഷ്യസ് ഒന്നും അല്ല കേട്ടോ. ഞാൻ ഈ യാത്രകളുടെ ഇടവേളകളിൽ മാത്രമാണ് വായിക്കുന്നത്, അല്ലാണ്ട് വായിക്കാൻ വേണ്ടിയൊന്നും സമയം കണ്ടെത്തുന്നില്ല. സാറിന് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച നാരായണ ഗുരു പുസ്തകങ്ങൾ തന്നെയാണോ? അല്ല, അങ്ങനെയല്ല. ഇപ്പം നാരായണ ഗുരുവിൻ്റെ എല്ലാ പുസ്തകമൊന്നും വായിച്ച ആളല്ല ഞാൻ നാരായണ ഗുരുവിൻ്റെ പുസ്തകത്തെക്കാൾ കൂടുതൽ നാരായണ ഗുരുവിനെ കുറിച്ച് എഴുതപ്പെട്ട പുസ്തകങ്ങളാണ് വായിച്ചിട്ടുള്ളത്. ആരായിരുന്നു നാരായണ ഗുരു എന്ന് പഠിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാരായണ ഗുരു പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു, അല്ലെങ്കിൽ 100% എന്തായാലും പറ്റില്ല, ഒരിക്കലും എനിക്ക് പറ്റില്ല. അതല്ല ഞാൻ പറഞ്ഞു. നമ്മൾ നല്ല മനുഷ്യരായിട്ട് ജീവിക്കുക എന്നുള്ള ഒറ്റ വാക്കിൽ തന്നെ ഒരുവിധം എല്ലാം ഒതുങ്ങി. അതിന് നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? അതുപോലെ ലോകം ഒന്നാണ്, വൺ വേൾഡ് കോൺസെപ്റ്റ്, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ കൂടുതൽ അത് വായിച്ച് അറിയുന്നതിനേക്കാൾ കൂടുതൽ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി എടുക്കേണ്ട എഫർട്ടുകൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തുകൊണ്ട് പലരും എഴുതിയ പുസ്തകങ്ങൾ, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഗുരുദേവൻ്റെ അത്തരം പുസ്തകങ്ങളിലൂടെ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ അർത്ഥവത്താണ്. എല്ലാ കാര്യങ്ങളും അല്ല ഞാനത് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ വരുന്നൊരു പ്രശ്നം അതാണ്. ഇപ്പോൾ സ്വാമിമാരായാലും ശ്രീനാരായണ പ്രസ്ഥാനമായിട്ട് പ്രസംഗിക്കുന്നവരെല്ലാം കുട്ടികളുടെ മുമ്പിലോ ചെറുപ്പക്കാരുടെ മുമ്പിലോ വന്നിട്ട് ആദ്യം തന്നെ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, മദ്യം തുടരുത്, മദ്യം കഴിക്കരുത്, കള്ള് ചെത്തരുത് എന്ന് പറഞ്ഞു. ഈ സ്റ്റേറ്റ് തന്നെ നിലനിൽക്കുന്നത് ഇതുകൊണ്ടാണ്. ആ സ്റ്റേറ്റിലിരുന്ന് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഒരിക്കലും പ്രവർത്തിക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞ കാലഘട്ടത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് അത് മാത്രമല്ല, അത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ അല്ലെങ്കിൽ അത് അന്ന് അവരുടെ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. കഞ്ഞി വെക്കാൻ പോലും പൈസ ഇല്ലാതിരുന്ന ഒരു കാലത്ത് കിട്ടിയ തുക മദ്യപിച്ചിരുന്ന ആളുകളാണ്. ഇന്നിപ്പോൾ അങ്ങനെയല്ലല്ലോ അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ എന്നാലും മദ്യം നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ ബിസിനസ്സിൽ ഒരിക്കലും ഞാൻ മദ്യം കൊണ്ടുവരുന്നില്ല. എൻ്റെ വിഷനിൽ വളരെ ക്ലിയറാണ്, ഒരിക്കലും മദ്യമോ പുകയില ഉൽപ്പന്നങ്ങളോ വിൽക്കില്ല എന്നുള്ളത്. പക്ഷേ ഈ നാട്ടിൽ നമ്മൾ പ്രസംഗിക്കുമ്പോൾ 90% ആ കാര്യം പറയാൻ പോയി നിന്നാൽ ശ്രീനാരായണ ഗുരു ഔട്ടാവും. അതുകൊണ്ട് അത് പറയാതിരിക്കുകയാണ് നല്ലതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞ ഇപ്പം മിശ്ര വിവാഹം ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച ആളാണ്. ആദ്യകാലത്ത് ജർമ്മൻ യുവതിയെ കൊണ്ട് ഇവിടുത്തെ ഒരാളെ കല്യാണം കഴിപ്പിച്ചത് ഗുരുദേവൻ തന്നെ കാർമ്മികത്വം ചെയ്തിട്ടാണ്. അത് ഇന്ന് വളരെ കോമൺ ആയി മാറി. അല്ലെങ്കിൽ ഒരു വിവാഹത്തിന് ആർഭാടം വേണ്ട, വളരെ കുറച്ച് ആളുകൾ മതി എന്ന് പറയുന്നിടത്ത് ഇന്ന് അത് നടപ്പിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. എത്രയാണ് അതിൻ്റെ പേരിൽ പണം ചെലവ് ഉണ്ടാക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി തന്നെ
വിവാഹവുമായി ബന്ധപ്പെട്ടായി മാറിയിരിക്കുന്നു. അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങൾ, ആത്മഹത്യകൾ വരെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. കാരണം ആരെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടി പണം കടമെടുത്ത് കല്യാണം നടത്തി തിരിച്ചടയ്ക്കാൻ പറ്റാതെ ആത്മഹത്യകൾ എത്രയോ ഉണ്ടാകുന്നു. അപ്പോൾ അതൊക്കെ ഗുരുദേവന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാവുന്നതാണ്. വേറെ ഒന്നുമില്ല. നിങ്ങൾ എന്തിനാ മറ്റുള്ളവരെ കോപ്പി അടിക്കാൻ പോകുന്നു? നിങ്ങൾക്ക് സാധിക്കുന്നത് നിങ്ങൾ ചെയ്താൽ മതി എന്നുള്ളൊരു ചിന്ത വന്നാൽ മാത്രം മതി. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ഒന്നായിട്ട് കാണാൻ ശ്രമിക്കുക. ജാതി മതം ഒന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. സർ, ഇപ്പോൾ ടീച്ചിങ്സിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ജെൻസി അടക്കമുള്ള ഭാഗത്തിന് മനസ്സിലാവുന്ന രീതിയിൽ അങ്ങ് മനസ്സിലാക്കിയ ശ്രീനാരായണ ഗുരു ആരാണ്? അത് വളരെ ഒരു തർക്ക വിഷയമാണ്. അപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ സ്വാമിമാർ എന്നെ വിളിച്ച് ചൂടാവും. അല്ലെങ്കിൽ യുഗപുരുഷൻ സിനിമ വിജയിക്കാതിരുന്നതിൻ്റെ പ്രധാന കാരണം അതിനകത്ത് ആത്മീയത കുറഞ്ഞു പോയി എന്നാണ് പറയുന്നത്. ഗുരുദേവനുണ്ടായിരുന്ന ആത്മീയതയൊക്കെ ആ സിനിമയിൽ നമുക്ക് മാക്സിമം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾ ഇപ്പോൾ പല സിനിമകളും കൂടുതൽ ഓടുന്നത് അതിനകത്തൊരു എന്താ പറയുക, അമാനുഷികതയുടെ തലത്തിലേക്കൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ ഗുരുദേവനെ ഞാൻ അങ്ങനെ കാണുന്നില്ല. അമാനുഷിക കഴിവുകൾ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിട്ട് തന്നെയാണ് ഗുരുദേവനെ ഞാൻ കാണുന്നത്. അല്ലാതെ ദൈവമായിട്ട് എനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. ഗുരുദേവൻ അത് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അവിടെയൊക്കെ പല ഇതുമുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു ഗുരുദേവൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അന്ന് നിലനിന്നിരുന്ന അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, സാധാരണക്കാരനുഭവിച്ചിരുന്ന പീഡനങ്ങൾ, ജാതിയുടെ പേരിൽ മാറ്റിവെച്ചിരുന്ന ഒരു വലിയ വിഭാഗം, വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടിരുന്ന ഒരു ജനവിഭാഗം, അല്ലെങ്കിൽ ശൈശവ വിവാഹം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റിമറിച്ച. അപ്പൊ അതുകൊണ്ട് ഒരു വിപ്ലവകാരി മാത്രമായിരുന്നോ എന്ന് ചോദിച്ചാൽ ഞാൻ ആ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചില്ല. സോഷ്യൽ റിഫോമർ എന്ന് ഉപയോഗിക്കാം, പക്ഷെ അതിനെ പോലും എതിർക്കുന്ന ആളുകൾ. സൈക്കോളജിക്കലി സമൂഹത്തോട് സമീപിച്ചതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അല്ല, അദ്ദേഹത്തിന്റെ സയൻസിലുള്ള ജ്ഞാനം ചെറുതാണോ? അതേപോലെ അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ ഉള്ളൊരു കഥ കേട്ടിട്ടുണ്ട്. വളരെ പണ്ഡിതരായ 3-4 ബ്രാഹ്മിൻസ് ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം അവർക്ക് ഉത്തരം മുട്ടിയ സമയത്ത് അവിടെ സൈഡിലിരുന്ന് ഒരു യുവാവ് മറുപടി പറഞ്ഞു. മറുപടി കേട്ടിട്ട് ഇവർ ആശ്ചര്യപ്പെട്ടിട്ട് ചോദിച്ചു, അങ്ങ് ആരാണ്, അങ്ങ് ഏത് കുലത്തിൽപ്പെടുന്നതാണ്? അപ്പോൾ അതേ ഒറ്റ മറുപടിയെ തിരിച്ചു പറഞ്ഞുള്ളൂ, കണ്ടാൽ മനസ്സിലാവാത്തത് പറഞ്ഞാൽ മനസ്സിലാവുക. അതിനപ്പുറത്തേക്കൊന്നും ഒരു മറുപടി അല്ല, അതന്നെ പറയുന്നത്. അത് അത്തരം ചിന്തകളാണ് അദ്ദേഹത്തെ. ഞാൻ ആ രീതിയിലാണ് അദ്ദേഹത്തെ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് എൻ്റെ താല്പര്യം. അപ്പോൾ പല സ്ഥലത്തും പല ശ്രീനാരായണ സംഘടനകളിൽ തന്നെ ഞാൻ വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴും. അതിന് കാരണം അതാണ്. അപ്പോൾ അതുപോലെ ഒരു കേരളത്തിന് പുറത്തുള്ള ഒരു സംസ്ഥാനത്തിൽ ഒരു പരിപാടി നടക്കുമ്പോൾ ഞാൻ മുഖ്യാതിഥിയാണ്. ഒരു സ്വാമി അവിടെ, അപ്പോൾ കൂടുതലും സ്ത്രീകളായിരുന്നു. അപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അനുഗ്രഹ പ്രഭാഷണം നടത്തുമ്പോൾ അദ്ദേഹം പറയുകയാണ്, സ്ത്രീകളെല്ലാം രാവിലെ 5 മണിക്ക് എണീറ്റിട്ട് ഭർത്താവിൻ്റെ കാല് തൊട്ട് നമസ്കരിക്കണം. അപ്പം എനിക്ക് കാണാം ഇവരുടെയൊക്കെ മുഖം ചൊളിയുന്നത്. ഇന്നത്തെ സ്ത്രീകളോടാണ് ഈ പറയുന്നത്. അപ്പോൾ എന്നിട്ടൊരു ശ്ലോകം ചൊല്ലുകയാണ്. ഈ ശ്ലോകം നിങ്ങൾ ഏറ്റിച്ചൊല്ലണം. ഈ ശ്ലോകം ചൊല്ലിക്കൊണ്ട് വളരെ എഫക്റ്റീവാണ്. നിങ്ങൾ നോക്കിക്കോ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ഭർത്താവിൻ്റെ എല്ലാ ദുഷ്സ്വഭാവങ്ങളും മാറി നല്ല മനുഷ്യനായി മാറും, കുടുംബത്തിൽ നന്മ വരും. അപ്പോൾ അദ്ദേഹം ചോദിക്കണം, നിങ്ങളെല്ലാം അത് ചെയ്യില്ലേ എന്ന് ചോദിക്കും. ആരും മിണ്ടുന്നില്ല. ഞാൻ എഴുന്നേറ്റിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളോടൊപ്പമാണെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോടൊപ്പമാണെന്ന് പറഞ്ഞു. സാറിനോടൊപ്പം. അപ്പോൾ ഭയങ്കര കയ്യടിയാണ്. പൊതുവേദി 300ഓളം ആൾക്കാരുണ്ട്. അതിൽ കൂടുതലും സ്ത്രീകളാണ്, വിദ്യാഭ്യാസമുള്ള സ്ത്രീകളാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ തുറന്നു പറയേണ്ടി വന്നു, ഇതൊന്നും അല്ല ഗുരുദേവ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ. അപ്പം തന്നെ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് തന്നെ പറയേണ്ടി വന്നു. അദ്ദേഹം ഇന്നും എന്നെ കാണാറുണ്ട്, എൻ്റെ സുഹൃത്താണ്. പക്ഷെ ആ വിയോജിപ്പ് എനിക്ക് പ്രകടിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. എവിടെയായാലും ഞാനത് പറയും. അപ്പം ഞാൻ തമാശ രൂപേണ അത് സ്വാമിയെ പറഞ്ഞ് മനസ്സിലാക്കിച്ചത് എന്താ വെച്ചാൽ, സ്ത്രീകളുടെയൊക്കെ നെറ്റി ചുളിന്ന് കണ്ടു, അവരുടെ മുഖത്തെ ചിരി നഷ്ടപ്പെട്ടു. പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരു ലഡു പൊട്ടിയത് സ്വാമി പറഞ്ഞപ്പോൾ. കാരണം എൻ്റെ ഭാര്യയ്ക്ക് നാളെ മുതൽ എൻ്റെ കാല് തൊട്ട് നമസ്കരിക്കണമെങ്കിൽ ഞാൻ ഇന്നൊരു ദുഷ്സ്വഭാവം തുടങ്ങണം. അതെന്തായിരിക്കണം എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലല്ലേ ഭാര്യയ്ക്ക് നാളെ എന്ന് പറഞ്ഞു. പക്ഷെ സ്ത്രീകൾ സ്റ്റേജിലേക്ക് ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി തിന്നതിന് സന്തോഷം സാർ എന്നൊക്കെ പറയും. പിറ്റേ ദിവസം കുറെ ചെറുപ്പക്കാർ എന്നെ വന്ന് കണ്ടു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംസാരം കേൾക്കുന്നത്. ഞങ്ങളൊക്കെ മാറി നിന്നിരുന്നത് മറ്റേ പ്രശ്നം കൊണ്ടാണ്. ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റാത്ത, നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രമാണ് ഉപദേശമായിട്ട് കിട്ടുന്നത്. കാലാനുസൃതമായി മാറുന്നില്ല. അതാണ്. അപ്പൊ ഇന്നത്തെ തലമുറ എന്താണെന്ന് മനസ്സിലാക്കി, ഇന്നത്തെ ജീവിത രീതി
പണ്ട് നമ്മൾ വിദേശ വസ്ത്രധാരണത്തെയോ അവരുടെ ജീവിത രീതിയൊക്കെ കുറ്റം പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് ഒരു പക്ഷേ അതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന യുവതലമുറയാണ് ഇന്ന് ജീവിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 100 കൊല്ലത്തിന് മുമ്പ് ഗുരുദേവൻ ഇടപെടുന്നതിന് മുമ്പ് മാറുപോലും മറയ്ക്കാതെ നടന്നിരുന്ന നാട്ടിലാണ് ഇന്നൊരു സ്ലീവ്ലെസ് ഇട്ട് കഴിഞ്ഞാൽ അമ്മൂമ്മമാർ അയ്യോ എന്താ നമ്മുടെ മാനം പോയി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഒരു അർത്ഥമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാം, അവരുടെ വസ്ത്രധാരണം, അതിലൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗുരുദേവൻ്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ നാട് എന്താണോ ഉദ്ദേശിച്ചിരുന്നത് ആ രീതിയിൽ കുറേ വളർന്നിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ഈ പല ചിന്തകളും മാറിയിട്ടില്ല, അത് മാറ്റാൻ പാടാണ്, അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ പല രാഷ്ട്ര തലവന്മാരായിട്ട് വന്ന പലരുടെയും ആ ലെവലിലേക്ക് അവർക്ക് വരാൻ സാധിച്ചത് ഈ ഒരു ഇതിലൂടെയാണ്, പഠിപ്പും കാര്യങ്ങളും അവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഈ പറഞ്ഞ ഒരു വിവാഹം, എല്ലാ മതസ്ഥരും തമ്മിലുള്ള വിവാഹമൊക്കെ ഇപ്പോൾ വളരെ കോമൺ ആയി, അതിലൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല. ബാക്കി പല കാര്യങ്ങളിലും നമ്മൾ കുറവുണ്ട്. പിന്നെ ശാസ്ത്ര പുരോഗതി, ഇപ്പോൾ ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. കൈത്തൊഴിലിനെ പറ്റിയും ശാസ്ത്ര സാങ്കേതിക പുരോഗതിയെക്കുറിച്ചൊക്കെ തീർത്ഥാടന വേദിയിൽ ചർച്ച ചെയ്യണമെന്ന് 8 തീർത്ഥാടന ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ട് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളതാണ്. എന്തായിരുന്നു ഇന്നിപ്പം നമ്മൾ ഈ കാണുന്ന ശാസ്ത്ര പുരോഗതിയൊക്കെ അതിലുമായിട്ട് പിന്നീട് വന്നതല്ലേ. ഇതൊക്കെ വരുമെന്ന് അന്നേ ചിന്തിച്ചുകൊണ്ടായിരിക്കുമല്ലോ അത് പറഞ്ഞിട്ടുണ്ടാവും. സാധാരണ അനൂപ് സാറിനെ പോലെ ഒരാളെ നമ്മളുടെ മുന്നിൽ കിട്ടുമ്പോൾ നമുക്ക് സംശയങ്ങൾ ഒരുപാടുണ്ടാവും. സാർ എങ്ങനെ സൊസൈറ്റിയെ ഈ ഷോയിലൂടെ ഇൻസ്പയർ ചെയ്യിപ്പിക്കാം എന്നുള്ളൊരു ആശങ്കയുണ്ടാവും. ഇതെല്ലാം കോർത്തിണക്കി സാറിനോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ സാറിനെ പോലൊരു വ്യക്തിയോട് സംസാരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്ന് വളരെ മനോഹരമായി എല്ലാ തലങ്ങളും സംസാരിച്ച് എല്ലാ തലങ്ങളിലും അഭിപ്രായങ്ങൾ പറഞ്ഞ് സാറിനൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ അനുഗ്രഹീതരായി തോന്നുന്നു. അയ്യോ പറയരുത്. ഞാനിവിടെ പലതവണ വന്നതാണല്ലോ, അതുകൊണ്ട് ഇവിടെ വീണ്ടും എപ്പോഴും വരാൻ സന്തോഷമേ ഉള്ളൂ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എൻ്റെ ആശംസയും നേരുകയാണ്. സന്തോഷം.